ഒരിടവേളയ്ക്ക് ശേഷം ആൽക്കെമിസ്റ്റ് പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റിൻ്റെ തുടർച്ച. ആദ്യ ഓഡിയോ കേൾക്കാത്തവർ ലിങ്കിൽ കയറി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറിയിട്ട് ആ ഓഡിയോ കേട്ട ശേഷം തുടർച്ചയായിട്ട് കേൾക്കുക. ഞാൻ പറഞ്ഞില്ലേ നിന്റെ സ്വപ്നം സങ്കീർണമായ ഒന്നായിരുന്നു എന്ന്. ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഏറ്റവും അസാധാരണമായി തീരുക. ബുദ്ധിയുള്ളവർക്കേ അത് മനസ്സിലാക്കാൻ കഴിയൂ. എനിക്കതില്ല. അതുകൊണ്ട് എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടതുണ്ട്, കൈരേഖ വായിക്കലും മറ്റും. ശരി, ഞാൻ എങ്ങനെയാണ് ഈജിപ്തിൽ ചെന്നെത്തുക? സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനേ എനിക്കാവൂ, അവയെ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ പെൺമക്കൾ തരുന്നതും കഴിച്ച് ഇവിടെ കഴിഞ്ഞുകൂടേണ്ട ഗതികേട് വന്നത്. പക്ഷേ എനിക്ക് ഈജിപ്ത് വരെ ചെന്നെത്താൻ പറ്റിയില്ലെങ്കിലോ? എങ്കിൽ പിന്നെ എനിക്ക് പ്രതിഫലം തരേണ്ട പ്രശ്നമേ വരുന്നില്ലല്ലോ. കൂലി കിട്ടാത്ത വേല എനിക്ക് പുത്തരിയുമല്ല. അത്രയും പറഞ്ഞവർ എഴുന്നേറ്റു. വേണ്ടതിലധികം സമയം അവൻ കാരണം വെറുതെ കളഞ്ഞുവെന്ന് പിറുപിറുത്തുകൊണ്ടുപോയി. അവന് വല്ലാത്ത നിരാശ തോന്നി. വിചാരിച്ച പോലെയൊന്നും നടന്നില്ലല്ലോ. വെറുതെ ഒരു സ്വപ്നത്തിൻ്റെ അർത്ഥവും തേടി നടക്കുന്ന താനത്ര വിഡ്ഢി. സ്വപ്നങ്ങളിൽ ഇനിയൊരിക്കലും താനിനി വിശ്വാസം അർപ്പിക്കുകയില്ലെന്ന് അവൻ നിശ്ചയിച്ചു. ചെയ്തു തീർക്കാനുള്ള നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ച് അവൻ ഓർമ്മ വന്നു. ആട്ടിൻകൂട്ടത്തെ പട്ടണത്തിനു പുറത്തു താമസിക്കുന്ന ഒരു ചങ്ങാതിയുടെ ആലയിലാക്കി അവൻ അങ്ങാടിയിലേക്ക് നടന്നു. നല്ലൊരൂണു കഴിച്ചു. വായിക്കാനുള്ള പുസ്തകം മാറ്റിയെടുത്തു. നല്ല കനമുള്ളതൊന്നു തന്നെ ഇത്തവണ കയ്യിൽ തടഞ്ഞു. നല്ല ചൂടുള്ള പകൽ. അങ്ങാടിക്കരികെ തന്നെ അല്പം തുറന്നൊരു സ്ഥലത്ത് ഒഴിഞ്ഞ ഒരു ബെഞ്ച് കണ്ടെത്തി അവൻ ഇരിപ്പുറപ്പിച്ചു. കുറച്ചു നേരത്തെ വാങ്ങിവെച്ച പുതിയ വീഞ്ഞുകുപ്പി തുറന്നു. സ്വാദോടെ മെല്ലെ നുണഞ്ഞു കുടിക്കാൻ തുടങ്ങി. അവന് ആ പട്ടണത്തിൽ പരിചയക്കാരായി ധാരാളം പേരുണ്ടായിരുന്നു. ഈ തൊഴിലിൻ്റെ ഗുണമാണത്. എന്നും എപ്പോഴും ഒരേയാളുടെ തന്നെ കൂട്ട് എന്ന മടുപ്പ് വേണ്ടല്ലോ. സെമിനാരിയിൽ വെച്ച് അതായിരുന്നു ശല്യം. എവിടേക്കു തിരിഞ്ഞാലും കണ്ടു പഴകിയ അതേ മുഖങ്ങൾ. എല്ലാവർക്കും എല്ലാവരെക്കുറിച്ചും അടിമുടി അറിയാം. അന്യൻ്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവരെ നേരെയാക്കിയെടുക്കാൻ ഓരോരുത്തർക്കും വെപ്രാളം. എന്നാൽ സ്വയം നേരെയാകാനോ അതിനൊട്ട് താല്പര്യവുമില്ല. തൻ്റെ ഇഷ്ടത്തിനൊത്ത് ചങ്ങാതിയെ വളച്ചെടുക്കാനാണ് എല്ലാവർക്കും തിടുക്കം. ചൂടൊന്നു കുറയട്ടെ, അതുവരെ ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാം, അവൻ തീരുമാനിച്ചു. വെയിലാറിയാൽ ആടുകളെയും കൊണ്ട് നടത്തം തുടങ്ങാം. ഇനി 3 ദിവസം കൂടിയേ വേണ്ടൂ. അവൻ ആ കച്ചവടക്കാരൻ്റെ മകളുടെ അടുത്തെത്തുകയായി. കയ്യിലിരുന്ന പുസ്തകം നിവർത്തി അവൻ വായിക്കാൻ തുടങ്ങി. ഒരു ശവമടക്കിൻ്റെ വിവരണമാണ് ആദ്യത്തെ പേജിൽ തന്നെ. ഒരുപാട് കഥാപാത്രങ്ങൾ, ഉച്ചരിക്കാൻ പ്രയാസമുള്ള പേരുകൾ. ഞാനാണെങ്കിൽ ഇങ്ങനെയല്ല പുസ്തകം എഴുതുക, അവൻ വെറുതെ വിചാരിച്ചു. കഥാപാത്രങ്ങളെ ഒരുമിച്ചല്ല ഇതിലുള്ളത്, ഓരോരുത്തരെയായി അവതരിപ്പിക്കൂ. ഒരുപാട് പേരുകൾ ഒരേ സമയം ഓർമ്മിച്ചു വെക്കേണ്ടതിൻ്റെ ക്ലേശം വായനക്കാരന് നൽകുകയില്ല. വഴിവിട്ടുപോയ ശ്രദ്ധ അവൻ വീണ്ടും പുസ്തകത്തിലേക്ക് തിരിച്ചു. ക്രമേണ അവന് വായനയിൽ രസം പിടിച്ചു വന്നു. മഞ്ഞുകാലത്തെ നല്ല തണുപ്പുള്ള ഒരു ഉച്ചനേരത്താണ് ശവമടക്കൽ നടക്കുന്നത്. തണുപ്പിനെപ്പറ്റി വായിക്കുമ്പോൾ തന്നെ ഒരു കുളിർമ. അത്രയ്ക്കും ചൂടാണിപ്പോൾ വെയിലിന്. അവനങ്ങനെ വായനയിൽ ലയിച്ചിരിക്കുമ്പോൾ ഒരു വൃദ്ധൻ അവൻ്റെ അരികിൽ വന്ന് ഇരിപ്പ് പിടിച്ചു. ഒരു വർത്തമാനത്തിനുള്ള തരവും പാത്താണ് അയാളുടെ ഇരിപ്പ്. അവൻ എന്താണ് അവിടെ ചെയ്യുന്നത്? പ്ലാസയിലെ ആളുകളുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ വൃദ്ധൻ ചോദിച്ചു. പണിയെടുക്കുന്നു, പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കാതെ ആ ബാലൻ മറുപടി പറഞ്ഞു. വായനയ്ക്ക് ഉപദ്രവമുണ്ടാക്കും വിധം തുടർന്നു സംസാരിക്കേണ്ട എന്നൊരു ചെറിയൊരു താക്കീതുമുണ്ടായിരുന്നു ആ സ്വരത്തിൽ. വാസ്തവത്തിൽ അവൻ്റെ ശ്രദ്ധ വായനയിലായിരുന്നില്ല. മനസ്സിലാകെ ആ കച്ചവടക്കാരൻ്റെ മകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവളുടെ മുമ്പിൽ വെച്ച് ആടുകളെ ഓരോന്നിനെയായി നീക്കി നിർത്തി
കമ്പിളി വെട്ടിക്കൊടുക്കുന്ന കാര്യം അവൻ സങ്കല്പിച്ചു. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ളവനാണ് താനെന്ന കാര്യം അവൾ മനസ്സിലാക്കണം. അവൻ പലതവണ മനക്കണ്ണിൽ കണ്ടതാണ് ആ രംഗം. ഓരോ തവണയും ആടിൻ്റെ രോമം മുറിക്കുന്നത് പിന്നിൽ നിന്നും മുമ്പിലേക്കാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ അത്ഭുത പരതന്ത്രയാവുകയായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പണിക്കിടയിൽ അരികിൽ നിൽക്കുന്ന അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി രസമുള്ള ചില കഥകളും അവൻ ഓർത്തുവെച്ചു. ഒക്കെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കിയ കഥകളാണ്. എന്നാലും സ്വന്തം അനുഭവമാണെന്ന മട്ടിൽ തന്മയത്വത്തോടുകൂടി വേണം പറയാൻ. വ്യത്യാസമൊന്നും അവൾക്ക് പിടികിട്ടുകയുമില്ല. അവൾക്ക് വായിക്കാനറിയില്ലല്ലോ. വല്ലാത്ത ദാഹം. എന്തെങ്കിലും കുറച്ച് കുടിക്കാൻ കിട്ടിയെങ്കിൽ. അടുത്തിരുന്ന വൃദ്ധൻ വീണ്ടും തുടങ്ങി. അവൻ്റെ വീഞ്ഞുകുപ്പിയിലായിരുന്നു അയാളുടെ നോട്ടം. ശല്യമൊഴിഞ്ഞു പോകട്ടെ എന്ന ഭാവത്തിൽ അവൻ അതയാൾക്കു നൽകി. അങ്ങനെയെങ്കിലും അയാൾ ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ. ആ വയസ്സനുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ അവന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ അവനെ വെറുതെ വിടാൻ ഭാവമുണ്ടായിരുന്നില്ല. വായിക്കുന്ന പുസ്തകം എന്താ അതിൻ്റെ പേര്? ഇതെന്തൊരു സ്വൈര്യക്കേട്! എന്തെങ്കിലും മുഖത്തടിക്കുന്നത് പോലെ പറഞ്ഞ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറിയിരുന്നാലോ? വേണ്ട വേണ്ട, അത് തെറ്റാവും. തൻ്റെ പിതാവ് എപ്പോഴും പറയാറുണ്ട്, മുതിർന്നവരോട് എപ്പോഴും ആദരവ് കാട്ടണമെന്ന്. അവൻ പുസ്തകം അയാളുടെ മുമ്പിലേക്കു നീട്ടി. അതവൻ്റെ സൂത്രമായിരുന്നു. മനസ്സിൽ 2 കാര്യം കണ്ടുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. ഉച്ചരിക്കാൻ വിഷമമുള്ള വികടം പിടിച്ചൊരു പേരായിരുന്നു ആ പുസ്തകത്തിന്. വേണമെങ്കിൽ വയസ്സൻ തന്നെത്താൻ വായിച്ചെടുത്തോട്ടെ. അഥവാ വായിക്കാനറിയില്ലെങ്കിൽ ഒരു പക്ഷേ നാണം തോന്നി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാലോ? രണ്ടായാലും ഗുണം തനിക്ക് തന്നെ. ഒരസാധാരണ വസ്തുവെന്നോണം പുസ്തകം ആകപ്പാടെ ഒന്ന് തിരിച്ചും മറിച്ചും നോക്കി അയാൾ പറഞ്ഞു, ഇതൊരു പ്രധാനപ്പെട്ട പുസ്തകം തന്നെ, പക്ഷേ വലിയ രസമില്ല. അവൻ അത്ഭുതം തോന്നി. അല്ല, ഇയാൾക്ക് വായിക്കാനറിയാം. ഈ പുസ്തകം വായിച്ചിട്ടുമുണ്ട്. ഇയാൾ പറയുന്നത് പോലെ പുസ്തകം വിരസമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് മാറ്റിയെടുക്കണം. സമയം ധാരാളമുണ്ട്. ഇതിൽ പുതിയതെന്ന് പറയാൻ തക്കവണ്ണം ഒന്നുമില്ല.